ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോയിലൂടെ ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ്. ആക്ച്വലി എൻ്റെ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്സ് ആയിരിക്കും കൂടുതൽ, ലോങ് വീഡിയോസ് കുറവാണ്. അപ്പോൾ ഞാൻ ഇനി തൊട്ട് ലോങ് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം, കാരണം ലോങ് വീഡിയോസ് അത്രയും കുറവാണ്. ഇപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ് ഒരു പാട്ട് പാടിയിടാമെന്ന്. അത് ലോങ് വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിപ്പോൾ പാടാൻ പോകുന്ന പാട്ടിൻ്റെ പേര് നാം ഷോർട്ട് ഫിലിമിലെ അടിപെണ്ണെ, തമിഴ് സോങ്ങാണ്. അപ്പോൾ 2 ദിവസം മുന്നേക്ക് പനി ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ജലദോഷം ഇതുവരെ മാറിയിട്ടില്ല. അത് പാടാനുള്ള വോയിസ് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് പാടാൻ പോവാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവണം. നമുക്കൊന്ന് പാടി നോക്കാം. ഓക്കെ, ഒരു പാട്ട്, ആ പാട്ട് ട്യൂണില്ലാതെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, എന്നാലും ഇപ്പം ഞാൻ പാടാൻ പോകുന്ന പാട്ട് ട്യൂണില്ലാതെയാണ് പാടാൻ പോകുന്നത്. ഒന്ന് കേട്ട് നോക്ക്. എനിക്ക് പറ്റുന്ന അത്രയും വരിയാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അടി പെണ്ണേ ഒരു മുறை നീ സിരിത്താൽ നെഞ്ചുക്കുള്ളേ മഴയടിക്കും. അടി പെണ്ണേ ഒരു മുறை നീ സിരിത്താൽ നെഞ്ചുക്കുള്ളേ മഴയടിക്കും. ஏனினது இதயம் துடிக்கும் இசையில் கவிதையொன்றை எழுதினாய், அதை விழியில் கோர்த்து உயிரின் உள்ளே பார்வையாலே சொல்கிறாய். உன்னோடு நானும் வாழ, உன்னோடு நானும் சாக, உன்மடி சாயவா, உன்மடி சாயவா. உன் பார்வை என்னை கொல்ல, சாய்ந்தேனே நானும் மெல்ல. நீதான் என் மன்னவா, நீதான் என் மன்னவா. ஓ உனது சிரிப்பினில் சிதறும் அழுகினை பூக்கள் ரசித்த வாசம் பிறந்ததோ. வேர்வை துளிகளும் தீர்த்தம் போல என் மேலே படுகையில் பாவம் அழிதோ. இருவர் வாழும் உலகிலே உன்னை அணைத்துக் கொள்வென உயிரிலே. இரவில் தேயும் நிலவிலே நாம் சேர்ந்து வாழ்வோம் அருகிலே. அன்பே உன்னோடு வாழும் ஒரு நாளும் இறகை போல பறக்கிறேன். நான் உன்னோடு வாழும் நொடியிலேனோ மீண்டும் முதல் முறை பிறக்கிறேன். உன் பார்வை என்னை கொல்ல, சாய்ந்தேனே நானும் மெல்ல. நீதானே மன்னவா, நீதானே மன்னவா. உன்னோடு நானும் வாழ, உன்னோடு நானும் சாக, உம்மடி சாயவா, ഉമ്മടി സായവാ. ഞാൻ ആ പാട്ടിൻ്റെ ഏകദേശം കുറച്ചേ പാടിയിട്ടുള്ളൂ. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ പിച്ചൊക്കെ മാറി മാറി. പിന്നെ എന്തായാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, ഞാൻ ഇനിയും ലോങ് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. ഇപ്പോൾ ഒരു തട്ടിക്കുട്ടി ഞാൻ എടുത്തതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ പട്ടിക്കുട്ടിയുണ്ട്. ആ പട്ടിക്കുട്ടിയാണെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുരയ്ക്കുന്നുണ്ട്. ഞാനത് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പം സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം.